ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ലൈൻസിൻ്റെ സ്കാനിയ മെട്രോ ലിങ്ക് 14.5 2019 മോഡൽ വാഹനമാണ്. 410 ഹോഴ്സ് പവറാണ് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റി ഇത് 40 പേർക്കാണ്. 40 പേർക്ക് ഇതിനകത്ത് കിടന്ന് സഞ്ചരിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ സീറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ബെർത്താണ് സംഭവം. പ്രത്യേകം ഓർക്കുക, ഇത് പുഷ് ബാക്ക് സീറ്റല്ല, ഇത് ബെർത്താണ്, സ്ലീപ്പർ ക്ലാസ്സാണ് വാഹനം. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കൊല്ലത്ത് നിന്ന് ബാംഗ്ലൂർ വരെയാണ്. ദിവസേന സർവീസ് നടത്തുന്നൊരു വാഹനമാണിത്. വൈകുന്നേരം 5-5:30 കൊല്ലത്ത് നിന്ന് പോകുന്ന വാഹനം ഏകദേശം 14 മണിക്കൂർ സഞ്ചരിച്ച് ബാംഗ്ലൂർ എത്തുന്നതാണ്. മടിവാള അങ്ങനെ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് ഇതിന്. ഒരടിപൊളി ഒരടാറ് വാഹനമെന്ന് തന്നെ പറയാം. നമ്മൾ വോൾവോ വാഹനത്തിൻ്റെ പല സവിശേഷതകളും നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്കാനിയ അതിനകത്ത് നിന്നെല്ലാം വ്യത്യസ്തമാണ് സംഭവം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യാത്രാസുഖമാണ്. മറ്റു വാഹനങ്ങളെപ്പോലെയല്ല, സ്കാനിയ വളരെ നല്ല യാത്രാസുഖം നൽകുന്നൊരു വണ്ടിയാണ്. വാഹനത്തിൻ്റെ വലിപ്പമാണ് മറ്റൊരു പ്രത്യേകത. വോൾവോയേക്കായും നമുക്ക് കൂടുതൽ നീളവും അതിനേക്കായും വീതിയും പൊക്കവും ഒക്കെ തോന്നിക്കുന്ന ഒരു സംഭവമാണ്. വലിയൊരു വാഹനത്തിൻ്റെ ഒരു ഫീലല്ല, വലിയൊരു വാഹനം തന്നെയാണിത്. നമുക്കിതിനകത്തൊരു ഫിക്സഡ് റേറ്റ് നമുക്ക് ടിക്കറ്റ് ചാർജ് പറയാൻ പറ്റില്ല. കാരണം അത് ദിവസങ്ങളനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓഫ് സീസണാണെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞിരിക്കും, സീസണിലാണെങ്കിൽ ചിലപ്പോൾ കൂടിയിരിക്കും. അത് ട്രെയിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ യാത്രാസുഖത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് പ്രശ്നമില്ലാത്തവർക്ക് സഞ്ചരിക്കാം. ഇതിനകത്തെ ഇൻറ്റീരിയറാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഇത് കാണേണ്ടത് അല്ലെങ്കിൽ ഇത് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ, ഈ ബിസിനസ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഏകദേശം അറിയാൻ പറ്റുമായിരിക്കാം. അതായത് 2+1 ആണ്. റൈറ്റ് സൈഡിൽ 2 പേർക്ക് കിടന്ന് സഞ്ചരിക്കാം, ലെഫ്റ്റ് സൈഡിൽ ഒരാൾക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആംബിയൻ ലൈറ്റ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത് രാത്രി അതിൻ്റെ കറക്റ്റായിട്ട് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2 ഡ്രൈവർമാരാണ് ഈ വാഹനത്തിന് വരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഒരാൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഈ വാഹനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത തന്നെ തീരെ കുറവുള്ളൊരു സംഭവമാണ്. ഒരാൾ റെസ്റ്റ് എടുക്കുമ്പോൾ മറ്റേ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അത് നല്ല വിശാലമായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിന് ഡ്രൈവർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരാൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. വളരെ നല്ലൊരു കാര്യമാണ്. ഇത് വണ്ടി പൊക്കാനും താക്കാനും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് റൊട്ടേറ്റർ സ്വിച്ച്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ട്രാക്ക് കിട്ടത്തില്ല. ഇത് പിന്നെ ഹിൽ ഹോൾഡർ എന്ന് പറയും. മീറ്ററിൽ അറിയാൻ വേണ്ടി പറ്റും നമ്മളിത് ഇടുമ്പോഴത്തേക്കും. അപ്പം ഇത് ഓണാക്കിയിട്ട് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ 3 സെക്കൻഡ് വണ്ടി മുമ്പിലോട്ടും താഴോട്ടും പോകത്തില്ല. നമുക്ക് റിവേഴ്സ് ഇപ്പോൾ കയറ്റത്തോ കിടക്കത്തോ ഇതിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ബ്രേക്ക് ലൈറ്റിൻ്റെതാണ്, ഡിമ്മ് അടിക്കാനുള്ളതും. പിന്നെ ഇത് ഉള്ളിലെ ലൈറ്റാണ്. ഇത് ലൈറ്റ് വരുന്ന സ്വിച്ചുകളാണ് ഇതെല്ലാം. പിന്നെ ഇത് ക്രൂയിസ് കൺട്രോള്. പിന്നെ ഇത് ചെക്ക് സ്വിച്ച്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളത് മെയിൻ പുറത്തുള്ള എല്ലാം അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഡോറിൻ്റെതാണ്, ഡോറിൻ്റെ സ്വിച്ച്. ഇത് പിന്നെ ഗ്ലാസ് ഹീറ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മളത് ചാർജിങ്ങിൻ്റെത്, മ്യൂസിക്, TV, പിന്നെ DB ഉണ്ട്. ഇത് DB ഇളക്കി വെച്ചേക്കുക, DB. പിന്നെ ഇത് ട്രാക്ഷൻ കൺട്രോള്. ഇപ്പോൾ മഴയത്തൊക്കെ പോകുമ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യും വണ്ടി. പിന്നെ ഇത് വന്നിട്ട് സെറ്റിങ്സ് സ്വിച്ചാണ്. സെറ്റിംഗ് സ്വിച്ച് നമുക്ക് എല്ലാം അറിയാൻ വേണ്ടി പറ്റും. വണ്ടിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്തോന്നും വാർണിംഗ് കാര്യങ്ങളെല്ലാം ഇതിൽ അറിയാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വിത്ത് വൈപ്പർ. പിന്നെ ഇവിടെ വന്നിട്ട് ന്യൂട്രൽ പുറകിലോട്ടാക്കുമ്പോൾ റിവേഴ്സായി, റിവേഴ്സ് മുമ്പിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ട ഇപ്പോൾ രണ്ടാമത്തെ ഗിയറിൽ മൂവിങ്ങിൽ കിടക്കുക, മൂവിങ്ങിൽ കിടക്കുക. മൂന്നാമത്തെ ഗിയറായി. നമ്മൾ RPM അനുസരിച്ച് ഇവിടെ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് മൈലേജും കിട്ടും. പിന്നെ 8ാമത്തെ ഗിയറിൽ പോകുന്ന വണ്ടി സ്ലോ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആകും. ഏകദേശം ഒരു 6 ബൈക്കുകൾ ഇതിനകത്ത് വെക്കാൻ പറ്റുമെന്നാണ് 5-6 ബൈക്ക് ഇതിനകത്ത്. ബാഗേജുകളെല്ലാം ഇഷ്ടംപോലെ വെക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളുടെ ഇതിനകത്ത് യാത്ര ചെയ്തിട്ടുള്ളവർ ഇതിനകത്തുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.